അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ചില മാനസികമായ ചില പ്രയാസങ്ങൾ, ഒന്നാമത് പനിയുടെ ഒരു പ്രശ്നം, അങ്ങനെ വീഡിയോ ചെയ്യാനൊരു ബുദ്ധിമുട്ട് പോലെ നേരിട്ടുകൊണ്ടാണ് ഇന്ന് വീഡിയോയുടെ എണ്ണം കുറഞ്ഞത്. ഏതായാലും ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ആഗ്രഹം മാറത്തില്ലല്ലോ. അതാണ് വീണ്ടും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്ത്യാഗ്രോഫുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പം ഏകദേശം 114,76,00,000 രൂപയാണ് ഇന്ത്യാഗ്രോഫായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ വേൾഡ് വൈഡ് കളക്ഷൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരുന്നില്ല. ഓവർസീസ് കളക്ഷൻ ഇപ്പോഴും 110 കോടി കിടക്കുക. അതുകൊണ്ടാണ് 224,76,00,000 മിക്കവാറും എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ 110 എന്ന് പറയുന്ന 3-4 ദിവസം മുമ്പുള്ള ഓവർസീസ് കളക്ഷൻ തന്നെയാണ് ഇപ്പോഴും, അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് പലരും. എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് ഒത്തിരി മാറി വരേണ്ട സമയമായി. ഇന്ത്യാഗ്രോഫ് 94 കിടക്കുമ്പോഴാണ് ഓവർസീസ് കളക്ഷൻ 100-ന് മുകളിലാവുന്നത്. ഇന്ത്യാഗ്രോഫ് ഇപ്പോഴും 114-ന് മുകളിലായപ്പോഴും ഓവർസീസ് കളക്ഷൻ 110 കിടക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു രസകരമായ സംഭവം. അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കുറച്ച് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡ് കളക്ഷൻ ഇന്ത്യാഗ്രോഫ് എടുക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 78,48,45,00,000 രൂപയാണ് കേരള കളക്ഷൻ. പിന്നെ കേരളം കഴിഞ്ഞാൽ ലാലേട്ടന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ് കർണാടകത്തിൽ നിന്ന് എന്നും ലാലേട്ടൻ ചിത്രങ്ങൾക്ക് വമ്പൻ മാർക്കറ്റാണ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ചിത്രമായ ദൃശ്യവും അവിടെ വമ്പൻ കുതിച്ചുകയറ്റമാണ് ഉണ്ടാക്കുന്നത്. 13,10,00,000 അവിടുത്തെ കളക്ഷൻ എത്തുന്നു. പിന്നെ തമിഴ്നാടും ആന്ധ്രയും, തമിഴ്നാടിനെ ഉപേക്ഷിച്ച് അല്പം കൂടെ ഉയർന്ന കളക്ഷനാണ് ആന്ധ്രയിൽ ഉണ്ടാകുന്നത്. ഏകദേശം 9 കോടിയോടെ എടുക്കുന്നു. 8,86,00,000 ആന്ധ്ര തെലുങ്കാന കളക്ഷൻ എത്തുന്നു. അതുപോലെ തമിഴ്നാട് 8,25,00,000 തമിഴ്നാട് കളക്ഷൻ എത്തുന്നു. ഹിന്ദി ബെൽറ്റിൽ നിന്ന് 6 കോടി കടന്നിരിക്കുന്നു. 6,10,00,000 ഹിന്ദി മേഖലയിൽ നിന്ന് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ വാർത്ത. അങ്ങനെയാണ് 114 കോടിയും പിന്നിടുന്ന ഇന്ത്യാഗ്രോഫ് കാണിക്കുന്നത്. അപ്പം ദൃശ്യം 3 ഇവിടം കൊണ്ട് തീരുന്നില്ല. വർക്കിംഗ് ഡേ ഒന്നും ദൃശ്യത്തെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറുന്ന ദൃശ്യം നമ്മൾ കാണാൻ പറ്റുന്നു. അതുപോലെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 100 കോടി നേടാൻ വേണ്ടി ദൃശ്യം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയില്ല ഞാൻ പറഞ്ഞു. എന്നാലും ഒരു 730 കോടിക്ക് മുകളിൽ എങ്കിലും കളക്ട് ചെയ്ത് കാണും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വരട്ടെ അല്ലേ. പുറത്ത് വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പം ദൃശ്യം ഇവിടെ കൊണ്ട് തീരുന്നില്ല. ദൃശ്യം ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. അതുവരെ എല്ലാവർക്കും ഒക്കെ ബൈ.